വയനാട് ഷിരാലിൽ വീണ്ടും പുലിയുടെ ആക്രമണം. കരിങ്കാളിക്കുന്ന് താവരിമല രാജേഷിന്റെ വീട്ടിലെ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊന്നു. നേരത്തെ 3 വളർത്തുമൃഗങ്ങളെ പുലി ആക്രമിച്ചിരുന്നു. പുലിയുടെ ആക്രമണത്തിൽ പ്രദേശത്ത് നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കി. ടി അനീസ് അലി വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. അനീസ്, ഇതേ പ്രദേശത്ത് നേരത്തെയും പുലിയുടെ ആക്രമണം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് സംഭവം? നാട്ടുകാരടക്കം എന്താണ് പറയുന്നത്? തീർച്ചയായും ഈ വീട്ടിൽ ഇന്ന് പുലർച്ചെയാണ് ഈ മൂരിക്കുട്ടിയെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇത് ഒരു സംഭവം മാത്രമല്ല, കഴിഞ്ഞ 2 ആഴ്ചക്കിടെ, അതായത് ഒരു 15 ദിവസത്തിനിടെ 5 മൃഗങ്ങളെ, വളർത്തുമൃഗങ്ങളെ പുലി ആക്രമിച്ചു. അതിൽ 3 മൃഗങ്ങൾ ചത്തുപോയിട്ടുണ്ട്, 2 മൃഗങ്ങൾ പരിക്കേറ്റ നിലയിലാണ്. ഇപ്പോൾ ഈ കാണുന്ന ഈ തൊഴുത്തിൽ ഇന്ന് പുലർച്ചെയാണ്, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നതിന് പ്രയാസമുണ്ട്, പക്ഷേ ഇന്ന് പുലർച്ചെയാണ് ഈ മൂരിക്കുട്ടിയെ പുലി ആക്രമിച്ച്. ജനങ്ങൾ വലിയ ഭീതിയിലാണ്, ഇതിലപ്പുറം രോഷത്തിലാണ്. കാരണം ജനങ്ങളുടെ ജീവനും സ്വത്തിനുമായ ആവശ്യമായ സുരക്ഷ നൽകുന്നിടത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരാജയപ്പെട്ടു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. എന്തായാലും കടുത്ത പ്രതിഷേധം പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ഇന്ന് ചെറിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് ആളുകൾ പോയിരുന്നു. എന്താണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു സാഹചര്യം? ഇപ്പൊ കഴിഞ്ഞ 15 ദിവസക്കാലായിട്ട് ഈ മേഖലയിലെ ചിരാലിന്റെ വിവിധ മേഖലകളിലെ ഈ പറയുന്ന പുലി സംഹാരതാണ്ഡമാടുക. വനം വകുപ്പിന് ഇത് പിടിച്ചു കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. വലിയ ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇത് ഹൈറ്റ് കുറഞ്ഞ് നീളം കൂടിയതാണിത്. ഒരു സ്ഥലത്ത് നിന്ന് അറ്റാക്ക് ചെയ്തിട്ട് രാത്രിയിൽ വന്നിട്ടാണ് പിറ്റേ സ്ഥലത്ത് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. നാട്ടുകാർ ഇത് കണ്ടിട്ടുണ്ട്. ഹൈറ്റ് കുറഞ്ഞ ഒരു സാധനമാണിത്. ഹൈറ്റ് കുറഞ്ഞിട്ട് നീളത്തോട് കൂടിയ സാധനമാണിത്. പക്ഷെ വനം വകുപ്പ് എന്താ പറയുക, തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നത്. അവിടെ നമ്പ്യാർകുന്നിൽ ഒരു കൂട് കൊണ്ട് സ്ഥാപിച്ചു. ആ കൂട്ടില് എന്ത് ചെയ്തില്ല, വേണ്ടത്ര ഇരേനെ വെക്കാതെ വെറുതെ പ്രകസനാക്കിയിട്ട് അവിടുന്ന് എന്ത് ചെയ്തു, ആ പുലി ഇവിടുന്ന് ഈ പറയുന്ന മുരിക്കലാടിന്ന് പിറ്റേ ദിവസം ഇവിടെ കരിങ്കാളിക്കുന്ന് ഇപ്പൊ രാജേഷിന്റെ പശുക്കുട്ടീനെയാണ് പിടിച്ചിരിക്കുന്നത്. ഇന്നിപ്പോ രാജേഷിന്റെ മൂരിക്കുട്ടിയാണ് പിടിച്ചിട്ടുള്ളത്. നേരത്തെ നിങ്ങളുടെ മൃഗത്തെ പിടിച്ചിട്ടുണ്ട്. പശുവായിരുന്നു, ആടായിരുന്നത്? പശുവിനെ പിടിച്ചു. തിങ്കളാഴ്ച. എത്ര ദൂരം സ്ഥലത്തേക്ക്? ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ടാവും. 2 കിലോമീറ്റർ. ഈ 2-3 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പുലി, ഒരു മൃഗം ഇങ്ങനെ സംഹാര താണ്ഡവം ആടിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ വലിയ രോഷത്തിലാണ്, വലിയ ഭീതിയിലാണ്. ഇപ്പൊ മൃഗങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടാകുന്നത്, പക്ഷെ മനുഷ്യർക്ക് നേരെ ആക്രമണം ഉണ്ടാകുമോ എന്ന ഭീതി പോലും ഇപ്പോൾ പറയുന്നതനുസരിച്ച് നിരവധി തവണകളിലായി ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നു. കുറേയേറെ ദിവസമായി അവിടെ ഈ പുലിയുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലുള്ള നടപടിയാണ് ഉണ്ടാകുന്നത്? കൂടടക്കം സ്ഥാപിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. അത്തരത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് ഏത് രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടാകുന്നത്? തീർച്ചയായും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ വീട് രാജേഷിന്റെ വീടാണ്. ഈ പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തന്നെ ഇവർ വലിയ തരത്തിൽ പ്രദേശത്ത് ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ കൂട് സ്ഥാപിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ റേഞ്ചർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ, എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യം? സാർ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും എന്താണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ? എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ? ഇപ്പം നമ്മൾ ഇതിന് ചുറ്റുവട്ടത്ത് നമ്മൾ ഒരു കോമ്പിങ് നടത്താൻ തന്നെയാണ് ഉദ്ദേശം. അതിനുശേഷം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത കേജ് ഉണ്ട്. ആ കേജിനകത്തേക്ക് ഇപ്പൊ എത്ര കൂടുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്? ഒരു കൂട്. ഏത് സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്? അത് മാറ്റിയിട്ടുണ്ടായിരുന്നു? അവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ മാറിയിട്ടാണ് ആ കൂടുള്ളത്. അത് ആക്രമണം നടന്ന സ്ഥലത്ത് ആർത്തവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥാപിച്ചിട്ടുള്ളത്. അത് ഇവിടുത്തെ ആളുകളുടെ ആവശ്യപ്രകാരം തന്നെയാണ് നമ്മൾ അവിടെ വെച്ചിട്ടുള്ളത്. അപ്പം ആ കൂടിനകത്തേക്ക് നമ്മൾ ഇതിന്റെ കാർക്കസ് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കാണുന്നതും ഇതിന്റെ മൂവ്മെന്റ് അനുസരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഭാഗത്ത് കോമ്പിങ് നടത്തി കഴിയുമ്പോൾ എന്തായാലും ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ എന്തായാലും അത് മൂവിങ് എന്തായാലും ചെയ്യും. ഇവിടുത്തെ ടെറൈൻ വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു സാധനം. ടെറൈനും ഇവിടുത്തെ വെജിറ്റേഷനും ഒരു പ്രശ്നം തന്നെയാണ്. കാരണം അതിനുള്ളിലുണ്ടെങ്കിൽ തന്നെ കാണാനും കഴിയില്ല. കാട് പിടിച്ചടക്കുന്ന അവസ്ഥ. ശരിക്കും ഇതിന് സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയും കൂടി ഇവിടെ ഉണ്ട്. കാടല്ലെങ്കിൽ പോലും കാടിന് സമാനമായി ഇങ്ങനെ. അതെ ഈ നോക്കിയാൽ തന്നെ നമുക്കറിയാം. പിന്നെ അത് മാത്രമല്ല എസ്റ്റേറ്റ് കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വയനാട് ചീരാലിൽ വീണ്ടും പുലിയുടെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. അവിടെ ഒരു മുരിക്കുട്ടിയെ പുലി ആക്രമിച്ച് കൊന്നിരിക്കുകയാണ്. പ്രദേശത്ത് വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. കൂടുവെച്ച് പുലിയെ എത്രയും വേഗം പിടികൂടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ടി അനീസ് അലി വിവരങ്ങൾ പങ്കുവച്ചത്.